നീലേ, നേരെ നോക്കടാ. ആ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവസാന നിമിഷമെങ്കിലും നീ ഇവിടെ തിരിച്ചു വിളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. നീ ഒരു മനുഷ്യനാണോടാ? ആരൊക്കെ ഉപേക്ഷിച്ചാലും ഇവിടെ ഞാൻ ഉപേക്ഷിക്കില്ല. ഈ വീട്ടിലെ മരുമകളാ സ്വാതി. മരണം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതിനെല്ലാം മറുപടി പറയാൻ എന്നെ കിട്ടില്ല. ഏട്ടാ, ഈ വീട്ടിൽ നിന്നും ഏട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചവളാ സ്വാതി. പിന്നെ എന്തിനാ നീ ഇപ്പൊ തിരിച്ചു വന്നത്? ഇറങ്ങി പൊയ്ക്കൂടായിരുന്നോ? ഏട്ടൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞങ്ങൾ കരുതിയില്ല. നീലേ, നന്മയുള്ള നായകനായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചാൽ മാത്രം പോരാ, അത് സ്വന്തം ജീവിതത്തിലും കാത്തു സൂക്ഷിക്കണം. പ്രസവിക്കാത്ത കുറ്റത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നീൽ മഹേഷിനെ ലോകം പുച്ഛിക്കും. സിനിമകൾ കാണുന്ന ആളുകള് ഏട്ടന്റെ വെറുപ്പോടെ മാത്രമേ കാണൂ. ഈശ്വരൻ തരുന്ന നിധിയാ കുഞ്ഞുങ്ങള്. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നു. അച്ഛനമ്മമാരില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങള് നമുക്ക് ചുറ്റും അനാഥരായി ജീവിക്കുന്നു. നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ വലുതായി മറ്റൊന്നില്ല. സ്വാതി നീ ഉപേക്ഷിച്ച ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. മോനെ, നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം. ഇത് അച്ഛൻ്റെ അപേക്ഷയല്ല, ഇതൊരു തീരുമാനമാണ്. നീ അനുസരിച്ചേ പറ്റൂ. മനസ്സിലായോ? അച്ഛാ, നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മുറിക്കുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരായി പരസ്പര വിശ്വാസത്തോടെ ജീവിക്കാൻ എനിക്കിനി പറ്റില്ല. ഏട്ടത്തി, എന്നാലും ഇത് വല്ലാത്തൊരു കൊലച്ചതിയായി പോയി. ഈ മഹേഷേട്ടൻ ഇങ്ങനൊരു പൊട്ടത്തരം കാണിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. മോളെ, ഗൗരി മോളെ, നിനക്ക് വേദന ഉണ്ടോടി? ശരീരത്തിന്റെ വേദനയേക്കാൾ വേദന അവളുടെ മനസ്സിനാ, അല്ലെ ഗൗരി? ഈ അടി കിട്ടിയതിന്റെ ചൂട് ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കരുത്. ഓ, ഓർത്ത് വെച്ചിട്ട് നീ ഇപ്പൊ എന്തോ ചെയ്യാനാ? എന്തായാലും ഇന്നത്തോടൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഗൗരിമോളെ, നിനക്കേ ഈ വീട്ടിൽ ഒരു വിലയില്ല, ഒരു അവകാശവും ഇല്ല. ആര് പറഞ്ഞു? എനിക്കുള്ള അവകാശവും അധികാരവും എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അവളിനി മനസ്സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിക്കില്ല. ആ, ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയാം. അല്ലാതെ രേഖാമൂലം ഈ വീട്ടിൽ നിനക്ക് ഒരധികാരമില്ലെന്ന് ഇതോടെ എനിക്ക് മനസ്സിലായി. ആ, പക്ഷേ അധികാരമുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എടി വേദമോളെ, ഒരു കോടതി വിധിയുടെ അവകാശം ഈ സ്വത്തിലെല്ലാം നിനക്കുണ്ട്. അതുകൊണ്ട് നിനക്കിതിനെ എതിർക്കാം. നീ എന്തു പറയുന്നു? അമ്മായി പറഞ്ഞത് സത്യമാ. ഈ പ്രോപ്പർട്ടിയിൽ എനിക്കുള്ള അവകാശം കോടതി അംഗീകരിച്ചതാ. എന്റെയും കൂടി അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ ആരെയും താമസിപ്പിക്കാൻ പറ്റില്ല. ഹാ, ഇതൊക്കെ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടതേ അയാളോട് പറയണം, ഇവളുടെ കുല്യച്ചനോട്. അല്ലാതെ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല.
ഏട്ടത്തി, ഇനി എന്താ ആലോചിക്കുന്നത്? ഇപ്പൊ എല്ലാ വിഷമം മാറിയില്ലേ? മോളെ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അച്ഛൻ മോളെ വഴക്ക് പറഞ്ഞത്. എൻ്റെ മോളൊരു കള്ളം കൊണ്ട് ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കി എന്നറിഞ്ഞപ്പോൾ ഒന്ന് നിയന്ത്രണം വിട്ടുപോയി. അത് തന്നെ ഏട്ടനും സംഭവിച്ചത്. അത് മാറാൻ കുറച്ച് നാളും കൂടി എടുക്കും. നിങ്ങൾ രണ്ടുപേരും എന്നോട് സ്നേഹമുള്ളവരാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഏട്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യതയില്ലേ? വിവാഹിതനായ ഏത് പുരുഷന്റെ ആഗ്രഹമാ ഒരു കുഞ്ഞ്? അത് സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത ഞാൻ പിന്നെ എന്തിന് ഈ വീട്ടിൽ കഴിച്ചു തൂങ്ങിക്കിടക്കണം? ആജീവനാന്തം വേദനയല്ലേ അത്? അങ്ങനെയുള്ളപ്പോ ഞാൻ സ്വയം ഒഴിഞ്ഞു പോയാ ഏട്ടന് വേറൊരു ജീവിതം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. മോളെ, മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ജീവിതത്തിൽ നിന്നും സ്വയം ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരുടെ ജീവിതത്തിലുണ്ടാവും. സമചിത്തതയോടെ അതിന് മറികടന്ന് നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുന്നത്. ഒക്കെ ഒന്ന് സാവകാശം ആലോചിച്ച് നോക്കിയാൽ മോക്ക് മനസ്സിലാവും. എന്തൊക്കെയായിരുന്നു പൂരം! സ്വന്തം മകനെ ചതിച്ച് വിഡ്ഢിയാക്കിയവളെ തിരിച്ചു വിളിച്ചു കേറ്റാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു? അച്ഛനോ? ആരുടെ അച്ഛൻ? എന്നെ അച്ഛന്ന് വിളിക്കാൻ നിനക്ക് എന്താ അവകാശം? മേലിൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. മനസ്സിൽ ഉറച്ചുപോയത് മാറ്റാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കഴിയില്ലല്ലോ അച്ഛാ. നീലിനെ ഞാൻ എന്റെ മനസ്സിൽ സ്വീകരിച്ച അന്ന് മുതൽ ഈ വീടും ഈ വീട്ടിലുള്ള എല്ലാരും എന്റെ മനസ്സിലുണ്ട്. അന്ന് മനസ്സുകൊണ്ട് അച്ഛന്ന് വിളിച്ചത് ഇനി മാറ്റാൻ പറ്റില്ല. ദയവേത് അച്ഛൻ നീലിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. സ്വാതി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടത് നിന്നെയാ. എന്നിട്ടും ഈ വീട് ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കണം. നീലിന് വേണ്ടാത്ത അവളെ ഇവിടെ ആർക്കാ വേണ്ടത്? ഈ വീടിന് അവളെ വേണം, ഞങ്ങൾക്ക് വേണം. നീലവളെ തിരിച്ചു വിളിക്കാതിരുന്നത് അവളോടുള്ള സ്നേഹക്കുറവുണ്ടാകുന്ന നീ കരുതിയോ? അതുകൊള്ളാലോ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ നീലെന്താ അവൾ ഇറങ്ങിപ്പോയപ്പോ ഒരു ചിറ വിരല് പോലും അനക്കാതിരുന്നത്? ആ, അങ്ങ് ഗേറ്റ് വരെ ഇറങ്ങിപ്പോയപ്പോഴും നന്ദിനി ഇവിടെ കിടന്ന് അയ്യോ പത്തോ അലമുറയിട്ട് കരഞ്ഞപ്പോഴും അവനെന്താ തിരിച്ചു വിളിക്കാതിരുന്നത്? അവന് അവളെ ഇനി വേണ്ട, അത്രയുള്ള കാര്യം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. അതൊന്നും വല്യച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. പുറത്തെടുത്ത് കളയുന്ന വേസ്റ്റ് ഒക്കെ തിരിച്ചകത്ത് കൊണ്ടുവയ്ക്കുന്നതേ വല്യച്ഛന് പണ്ടേ അങ്ങ് ശീലമായി പോയി. അതേടി, അങ്ങനൊരു ശീലം എനിക്കുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ടായിപ്പോയി. പക്ഷേ നന്മയുള്ളവർ അതിനെ വിളിക്കുന്ന പേരെ മനുഷ്യത്വം. ഇതുപോലെ ഒരുപാട് വേസ്റ്റ് ഞാൻ വലിച്ച് ഈ വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ഏതാണെന്നറിയാമോ? നീയും ഇതുപോലെ ഒരു വേസ്റ്റ് ആയിരുന്നു. എല്ലാരും ഒന്നും കൂടെ കേട്ടോ. ഈ വീട്ടിനുള്ളിൽ എനിക്കുള്ള സർവ്വ അധികാരവും അവകാശവും ഞാൻ സ്വാതിയുടെ കൂടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നീയൊക്കെ ഇനി എത്ര കിടന്ന് തുള്ളിയാലും ഈ വീടിന്റെ സർവാധികാരി എന്റെ മൂത്ത മരുമകൾ സ്വാതി തന്നെയായിരിക്കും.
അമ്മയാണല്ലോ. ഹലോ, എന്തോ അമ്മ? ആ എടാ, നീ ഇപ്പൊ എവിടെയാ? ഞാന് ഒരു സിനിമ കാണാൻ പൊക്കോണ്ടിരിക്കുക. നല്ല ഉഗ്ര സിനിമയാ. നീ ഇങ്ങനെ സിനിമ കണ്ടും തിന്നും ഉറങ്ങിയൊക്കെ അങ്ങനെ നടന്നു. കാലിന്റെ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോയാലും അറിയരുത് കേട്ടോ. അമ്മ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞു കളിക്കാതെ കാര്യമൊന്നും പറഞ്ഞേ. ഇപ്പൊ എന്തുവാ പ്രശ്നം? നിന്റെ അമ്മായിപ്പം തന്നെ എപ്പോഴത്തെ വലിയ പ്രശ്നം. യോ, വല്യച്ഛൻ എന്തു പറ്റി? അമ്മ പെട്ടെന്ന് BP എല്ലാം കൂടിയാ? BP കൂടിയതേ അയാൾക്കല്ല, എനിക്കും ഗൗരിക്കുവാ. അമ്മ ആ ഫോണിങ് തന്നെ, ഞാൻ സംസാരിക്കാം. ദേ രാജുവേട്ടാ, ഞാനാ ഗൗരി. നിങ്ങളെന്തോ ഡബിൾ റോൾ സിനിമ കളിക്കുവാണോ? എടി ഗൗരി, നീ കാര്യം പറഞ്ഞേ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വെല്ലിച്ചന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാവേ വെല്ലിച്ചൻ സ്വാതിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാന്ന്. യോ, എന്താ പറഞ്ഞേ? ഞാൻ എന്താ മലയാളത്തിലല്ലേ പറഞ്ഞത്? എന്റെ രാജീവേട്ടാ, സ്വാതിക്ക് സ്വത്തുക്കളൊക്കെ വെല്ലിച്ച എഴുതി കൊടുക്കാൻ പോവാന്ന്. എടി, ഈ വല്യച്ഛൻ എന്താ പ്രാന്താണോ? അവർക്കെന്തിനാ ഈ സ്വത്ത്? അതൊന്നും എനിക്ക് അറിയത്തില്ല. ദേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്കേ വല്യച്ഛനെ അങ്ങ് തട്ടിയാല, അതോടുകൂടി പ്രശ്നം അങ്ങ് തീർന്നല്ലോ. രാജീവേട്ടൻ എന്താ ജയിലിൽ പോവാൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാണോ? ജയിലിൽ പോവാനാ? അതൊന്നും എനിക്ക് പറ്റത്തില്ല. ദേ രാജീവേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. അതൊക്കെ കാണാം. നീ ആകെ ടെൻഷൻ അടിച്ച് BP ഒന്നും കൂട്ടല്ലേ. ഓ, എങ്കിൽ രാജീവേട്ടൻ പെട്ടെന്ന് വാ. നമുക്കേ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഓ ശരി, ഞാൻ ദാ വരുന്നു. എന്നാലും വല്യച്ഛൻ എന്തൊരു പരിപാടി കാണിക്കുന്നത്? ഇനി ആർക്കെങ്കിലും സ്വത്ത് എഴുതി കൊടുത്തേ അടങ്ങുമെന്ന വാശിയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ പോരെ. ഞാനങ്ങ് സമ്മതിക്കത്തില്ലേ? ഓ ഇടിയറ്റ് വല്യച്ഛൻ. സിനിമയും പോയി. ആഹാ, കൊള്ളാലോ. ഇതുവരെ ആരും ആഹാരം കഴിക്കാൻ വന്നില്ലേടി? ആവശ്യമുള്ളൊരു ആഹാരം വന്ന് എടുത്ത് കഴിച്ചോളും. അമ്മായിക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. അയ്യോ, വേണോന്നോ? നീ എന്തോടി പറഞ്ഞേ? ആഹാരം കഴിക്കാനല്ലേ ഞാൻ വന്നത്. അല്ല, എല്ലാരും ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ശരിയാണോ? ആ, എല്ലാരും ഞാൻ തന്നെ വിളിക്കാം. ആ മോനെ നീലേ, സ്വാതി, സ്വാതി മോളെ, എന്റെ മഹേഷേട്ടാ, ആർക്കൊന്നും വേണ്ടേ? ആ, അവര് വരുന്നെങ്കിൽ ഇനി വരട്ടെ. നീ ഒരു പ്ലേറ്റിങ് എടുത്തിരിക്കണേ. നീ എന്തോ നോക്കി നിൽക്കുന്നത്? പ്ലേറ്റ് എടുത്ത് വെക്കാൻ. പതുക്കെ. അതെ, ഞാൻ കഴിക്കാൻ പോവാണേ. ആരെങ്കിലും ആഹാരം കഴിക്കാൻ വരുന്നുണ്ടോ? ആ അതെ, ഒരു കാര്യം, പട്ടിണി കിടക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല, അല്ലേ? ഇതെന്തോടി, ഞാൻ പൂച്ച കുഞ്ഞോ? ഇത്തിരി എന്ത് പണിയാണ് നീ കാണിച്ചത്? അതെല്ലാം വേണ്ടെങ്കിലേ ഞാൻ ഇങ്ങനെ തിരിച്ചെടുത്തോളാം. ആ വേണ്ട, എന്തായാലും നീ ഇട്ടതല്ലേ, ഞാൻ കഴിച്ചോളാം. നീ ആ കറിയും എടുത്തേ. ഒഴിച്ച് കൂട്ട്. സ്വാതിയെടുത്തി, സ്വാതിയെടുത്തി, ജാതി അടത്തി. ഇന്ന് നീ ഇവിടെ കഴിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെന്തിനാ കഴിക്കാതിരിക്കുന്നത്? അവര് വരുന്നെങ്കിൽ വരട്ടെ. ഓ, പഴയതുപോലെ ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ എല്ലാ സങ്കടങ്ങളും മാറിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ വല്യച്ഛൻ ഏട്ടത്തിക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെയില്ലേ? ഇനി ഏട്ടത്തിക്ക് ഇവിടെ നിന്ന് ഒരിടത്തും പോണ്ടി വരില്ല. ഓ, എനിക്കിപ്പോഴാ ശരിക്കും സമാധാനമായത്. അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. അതുകൊണ്ടാ ആ സമയത്ത് ഒന്നും പറയാതെ ഞാൻ അനുസരിച്ചത്. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പൊ എന്ത് പറയാനാ? പറയാനും ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഏട്ടത്തി ഇനി ഇവിടെ നിന്ന് എങ്ങും പോവില്ല, എങ്ങോട്ടും പോവാൻ ഞങ്ങളെ സമ്മതിക്കത്തുമില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പൊ ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ? പക്ഷേ ഇതുകൊണ്ടൊക്കെ
ഏട്ടൻ എന്നോടുള്ള ശത്രുത തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നന്ദിനി? അതൊക്കെ തീരും. ഏട്ടത്തിയും ഏട്ടനും പഴയതിനേക്കാൾ സ്നേഹത്തോടെ ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കും. തൽക്കാലം നമുക്കിത്തിരി ഭക്ഷണം കഴിക്കാം. ഏട്ടത്തി ഇന്നിതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഏട്ടത്തി വന്ന് ഇത്തിരി എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. വേണ്ട, വിശപ്പില്ലഞ്ഞിട്ടാ. അതെ, താഴേക്ക് വരാൻ മടിച്ചിട്ടാണെങ്കിൽ ഞാൻ ആഹാരം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? വേണ്ട, കുറച്ച് കഴിയട്ടെ. വിശപ്പാവുമ്പോ ഞാൻ താഴേക്ക് വന്നോളാം. ഏട്ടത്തി, അവളുമാരൊക്കെ ആകെ ഞെട്ടിയിരിക്കുക. വല്യച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. വല്യച്ഛൻ മരണമാസ. വല്യച്ഛന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ ഏട്ടത്തിയുടെ പേരിലേക്ക് എഴുതി തരാൻ പോവാണെന്ന് പറഞ്ഞില്ലേ? അതാ ഗൗരിയും ഭാനുമതി അമ്മയൊക്കെ തകർത്ത് കളഞ്ഞത്. ഏട്ടത്തി, തോറ്റു കൊടുക്കരുത്. പഴയ സ്വാതിയായി പഴയ കരുത്തോടെ താഴേക്ക് വരണം. എനിക്കിത് ഒരു തടങ്കൽ പോലെ നന്ദിനി തോന്നുന്നേ. ഇത് കാരാഗ്രഹം അല്ലാതായി മാറണമെങ്കിൽ എന്റെ പഴയ ഏട്ടനെ എനിക്ക് തിരിച്ചു കിട്ടണം. അതൊക്കെ ശരിയാവും ഏട്ടത്തി. വല്യച്ഛൻ അതൊക്കെ ശരിയാക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ സാർ? അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിച്ചത്. വിശപ്പില്ലഞ്ഞിട്ടാണോ? അതോ സ്വാതിയെ ഞാൻ തിരിച്ചു വിളിച്ചു കയറ്റിയതിന്റെ പ്രതിഷേധമോ? എടാ മോനെ, നീ ഒരു കാര്യം ഓർത്തോ. ദൈവം ചേർത്ത് വെച്ചതാ നിങ്ങളെ. അതിങ്ങനെ വെറുതെ വഴക്കിട്ട് തമ്മിൽ പിരിഞ്ഞു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഓഹോ, അങ്ങനെ വെറുതെ വഴക്കിട്ടതാണോ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചത് ആരാ? അതിപ്പോ നേരത്തെ അവളെയും നന്ദിനെ ഇവിടുന്ന് ഇറക്കി വിട്ടതാരാ? ഞാനും അതിന് കൂട്ടു നിന്നില്ലെന്ന്. അത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ ഇത്ര പെട്ടെന്ന് മറന്നോ? എടാ, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റും സ്വാതി ചെയ്തിട്ടില്ല. അബദ്ധത്തിൽ ഒരു കള്ളം പറയാൻ നിർബന്ധിതയായി. അതും ഒരു തമാശയ്ക്ക് വേണ്ടി. തമാശ? പക്ഷേ അവരുടെ ചുറ്റുപാടുകൾ കാരണം അവർക്ക് ആ സത്യം തുറന്നു പറയാൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ നീ അവളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തരുത്. ഇതേ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. നിനക്കേ വിശക്കുമ്പോൾ ഒന്ന് കഴിച്ചാൽ മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ സ്വാതി ഈ വീടിന്റെ മരുമകളാ. അവളെ കരയിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ഇത് എന്ത് തീറ്റ അമ്മേ? ജീവൻ കിടക്കാൻ വേണ്ടി ഇത്രയൊക്കെ വലിച്ചു വാരി കഴിക്കണോ? പിന്നല്ലാതെ മനുഷ്യൻ ആരോഗ്യത്തിൽ എഴുന്നേറ്റ് നടക്കണ്ടേ? ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ആരോഗ്യം വേണോ? കുറച്ച്, ഇനി കുറച്ചുകൂടെ. നിനക്ക് വേണമെങ്കിൽ നീ വന്നിരുന്ന് കഴിക്കും. അല്ലാതെ എന്റെ ജോലി പാറ്റയിലിട്ട. ഒരു പാറ്റ ഇട്ടാ ആ പാറ്റയെ നിങ്ങൾ അച്ചാറും കൂട്ടി അടിക്കുമെന്ന് എനിക്കറിയാം. കൊള്ളാം, നടക്കട്ടെ. അവന്റെ ഒരു ഗുണവധികാരം അല്ല. പിന്നെ മനുഷ്യനെ തിരിയാൻ സമ്മതിക്കത്തില്ല. അമ്മേ, എന്തായി? തീർന്നില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതല്ല, പിന്നെ അവളുടെ കാര്യം. ആ, അവരെ വിളിക്കാൻ വേണ്ടിട്ടേ നന്ദിനി മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. അത് ശരി, അവളെ വിളിച്ചോണ്ട് വരട്ടെ. നമ്മുടെ കൂടെ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ധൈര്യം അവൾക്കായോന്നൊന്ന് അറിയണമല്ലോ. അതൊക്കെ കാണും. തിരിച്ചു വിളിച്ചു കയറ്റിയതേ വല്യച്ഛനല്ലേ. എന്നിട്ട് നീൽ എന്താ അവളെ തിരിച്ചു വിളിക്കാതിരുന്നത്? ആലോചിച്ചു. അതല്ലടി കൊച്ചേ, അവൻ അവളെ വേണ്ടാന്ന് തോന്നിക്കാണും. നീൽ അവളെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇതിപ്പോ അച്ഛന്റെ നിർബന്ധം കൊണ്ട് മാത്രം അവളെ തിരികെ കയറിയതാ. അവളോടൊന്നും വരുന്നുണ്ട്. എന്താടി, നീ വിളിച്ചിട്ട് നിന്റെ സ്വാതിയെടുത്തി വന്നില്ലേ?
അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ആലോലാതി.